നിങ്ങൾ ആ മനസ്സിലാണോ അന്തി ഉറങ്ങിയത്? ആന്നു. അവിടെ ഒരൊറ്റ കുഞ്ഞുങ്ങളും സന്ധ്യയായാൽ പിന്നെ ഇവിടെ നടക്കാൻ പോലും ഒക്കത്തില്ല. പറഞ്ഞ് താഴോട്ട് നോക്കരുത്. താഴോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല കറങ്ങും. നിങ്ങൾ മേളിലോട്ട് നോക്കിയാൽ മതി. മേളിലോട്ട് നോക്കിക്കൊണ്ട് ഈ കാലിൻ്റെ പാദം നോക്കി വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ ഓരോരുത്തരെയും കൈക്ക് പിടിച്ച് അക്കരെ കടത്തി. വനങ്ങളിൽ പോകുമ്പോൾ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടുന്ന് 80 കിലോമീറ്റർ ദൂരമുള്ളതായ ഒരു ഗ്രാമമാണ് മഹോർ. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരം വരെ അന്ന് ബസ് പോകുമായിരുന്നു. ആ ബസ്സിൽ പോയി നിങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഏകദേശം 10 മണിക്കൂർ യാത്ര ചെയ്യണം. മഹോറിൽ പോകണമെങ്കിൽ ബൈ വാക്ക് നടന്നു പോകണം. അപ്പോൾ എനിക്ക് പോകാൻ ആഗ്രഹം, ഞാൻ തന്നെ പോകത്തില്ല. അന്ന് നമ്മുടെ ഗ്രേസ് ബൈബിൾ കോളേജ് ഡൽഹിയിലുണ്ടായിരുന്നതായ 2-3 സ്റ്റുഡൻസിനെ ഞാൻ അവരെ വിളിച്ചു. നിങ്ങൾ വരുന്നുണ്ടോ? അവധി ദിവസങ്ങളിൽ കടന്നു പോവാ, നമുക്കൊന്നിച്ച് ജമ്മു കാശ്മീരിലെ സുശേഷീകരണത്തിന് നമുക്ക് കൈ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു. അവർ കടന്നു വന്നു. അങ്ങനെ ഞാൻ വലിയ പരസ്യമൊന്നും ചെയ്തില്ല. എനിക്ക് അന്നും പരസ്യമില്ല. അവരെ വിളിച്ചു. ഞങ്ങളങ്ങനെ 4 പേര്, അവർ 3ഉം ഞാനും 4 പേര്, ഞങ്ങൾ 4 ബാഗ് എടുത്തു. 4 ബാഗിലും ട്രാക്സ് നിറച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മെഗാഫോണ്, എൻ്റെ ടേപ്പ് റെക്കോർഡർ, ഏക ഉപാധി അതേ ഉള്ളൂ. അതും എടുത്തുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് രാവിലെ ഞങ്ങൾ റിയാസിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ മഹോർ അർണാസിൽ ചെല്ലുന്നത്. അർണാസിൽ ചെന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് നടക്കണം 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ഞങ്ങൾ നടക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ കാൽനടയായിട്ട് മാത്രമേ അവിടെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ മറ്റുള്ള യാത്രക്കാരോടുകൂടെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അവർ അവിടെ പരിചയമുള്ളവരായിരുന്നതുകൊണ്ട് എന്ത് ചെയ്തു, അവരെ നേരത്തെ അങ്ങ് പോയി കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 5-10 കിലോമീറ്റർ പുറയിലുള്ളതായ ഒരു ഗ്രാമത്തിലെത്തിയതേ ഉള്ളൂ. രാത്രിയായി. ഞങ്ങൾക്ക് മുന്നോട്ടും പുറകോട്ടും വയ്യ. 3 അടി പാതകളാണ്. അല്പം തെറ്റിപ്പോയെങ്കിൽ കൊക്കയിൽ വീഴും. ഒരു നിവർത്തിയുമില്ല. ഞങ്ങൾ ആ ചെന്നെത്തിയ എവിടെ വരെ ഞങ്ങൾക്ക് കാണാമായിരുന്നുവോ അവിടെ വരെ ഞങ്ങൾ പോയി അവിടെ കിടന്നു. രാത്രിയിൽ അവിടെ കിടന്നു. അവിടെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അവിടെ കിടന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഷീറ്റ് എടുത്തുകൊണ്ടാണ് പോയത്. കാരണം ഒരാഴ്ചത്തെ വർക്കിന് വേണ്ടി പോയതാണ്. ആ ഒരു ഷീറ്റ് വിരിച്ചു. ഞങ്ങൾ അവിടെ കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. രാത്രിയിൽ ആ സഹോദരന്മാർ 3 പേരുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് മെഗാഫോൺ ഓൺ ചെയ്ത് ഞാൻ ഭജനം പാട്ടും പാടി ഞാൻ അങ്ങനെ അവിടെ കുത്തിയിരുന്നു. സഹോദരന്മാർ ക്ഷീണിച്ചതുകൊണ്ട് അവർ ഉറങ്ങി. ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരുമാതിരി വെളുപ്പായി. നമുക്ക് നടക്കാനുള്ളതായ പ്രാപ്തി ഉണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് നടപ്പാരംഭിച്ചു. 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ എത്തി. അപ്പോഴേക്കും ഏകദേശം സൂര്യൻ ഉദിച്ചു വരികയാണ്. അവിടെ വന്നപ്പോൾ ഗ്രാമവാസികൾക്ക് അതിശയം, ഇവരിപ്പോൾ ഈ സമയത്ത് എവിടെ നിന്ന് എങ്ങനെ വന്നു ഇവിടെ? അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു? അപ്പോൾ ഞാൻ അവരോടുള്ള കഥ അവരുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു. ഞങ്ങളിങ്ങനെ റിയാസിൽ നിന്ന് പുറപ്പെട്ടവരാണ്, ഞങ്ങൾ ഇങ്ങനെ വേല ചെയ്യുന്നവരാണ്. ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായി പോയി. ഞങ്ങൾക്ക് നിവൃത്തി ഒന്നുമില്ലാതായി. ഞങ്ങൾ ആ വനത്തിൽ ഞങ്ങൾ രാത്രി അന്തി ഉറങ്ങി. അപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ അവർക്കൊരു അതിശയം, നിങ്ങൾ ആ മനസ്സിലാണോ അന്തി ഉറങ്ങിയത്? ആന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നോ? ഇല്ല, ഒരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ, അവിടെ കരടികൾ രാത്രിയിൽ വളരെ ബഹളം ഉണ്ടാക്കുന്നതാണ്. അവിടെ ഒരൊറ്റ കുഞ്ഞുങ്ങളും സന്ധ്യയായാൽ പിന്നെ ഇവിടെ നടക്കാൻ പോലും ഒക്കത്തില്ല. കരടികൾ അവിടെ വളരെ കൂടുതലുള്ളതായ ഒരു ഏരിയയായ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ കരടികളുടെ വായ അടയ്ക്കുവാൻ ശക്തിയുള്ള ദൈവത്തെ സേവിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രദേശത്തിൽ വന്നത്. അപ്പോൾ ആ കരടി ഞങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യുകയില്ല. അത് കേട്ട് അവർക്ക് വലിയ അതിശയമായി പോയി. അങ്ങനെയുണ്ടോ? അങ്ങനെ കരടികൾ നിങ്ങൾക്ക് ഒരു ദോഷം ചെയ്തില്ല. അപ്പോൾ അവർക്ക് ഒന്നുകൂടെ വിശ്വാസമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കുക, എൻ്റെ ട്രാക്സ് ഉണ്ട്, ആ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നതായ പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ അല്പസമയം അവരോട് ചിലവാക്കി. നമ്മുടെ ടേപ്പ് റെക്കോർഡർ ഡോഗ്രിയിൽ അവരുടെ ഭാഷയിലുള്ളതായ ചില മെസ്സേജുകൾ അവരെ കേൾപ്പിച്ചു. ഞങ്ങൾ അവിടെ വിശ്രമിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചു അവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ് മഹോർ എന്ന് പറയുന്ന സ്ഥലത്ത്. മഹോറിൽ പോയി.
മകോറിൽ പോയി. ഞങ്ങൾ അവിടെ നിന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ അവിടെയുള്ളതായ ഒരു കൊച്ചു ചായക്കടയിൽ കയറി ചായ കുടിച്ചു. അവരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരാഴ്ച താമസിക്കാൻ വന്നതാ, ഞങ്ങൾക്ക് ഒരു കിടക്കയ്ക്ക് താമസിക്കാനുള്ളതായ സൗകര്യം ഒരുക്കി തരാമോ? അപ്പോൾ പറഞ്ഞു, ആ തരാം. ഞാൻ എൻ്റെ ഈ കടയുടെ മേളിൽ ഒരു റൂമുണ്ട്, ആ റൂമിൽ നിങ്ങൾ താമസിച്ചു. അപ്പോൾ ആ റൂം എന്ന് പറയുമ്പോൾ അത് സിമെൻറ്റിട്ടല്ല, വാർത്ത അല്ല, ഇത് ഇവിടുത്തെ രീതി പോലെ തടികൾ വിരിച്ചിട്ട് അതിൻ്റെ മേളിൽ ചില്ലുകൾ, ഞാനീ മരത്തിൻ്റെ ചില്ലുകൾ നിരത്തിയിട്ട് ഇലകൾ നിരത്തി അതിൻ്റെ മേളിൽ മണ്ണ് വിരിച്ച് മണ്ണ് തളിച്ച് അതിൻ്റെ മേളിൽ ചാണകം തളിച്ച് ഉള്ളതായ പുരകളാണ് എന്ന്. അതിനകത്ത് കിടന്ന് ഞങ്ങൾ അവിടെ പോയി. 2 രൂപ ഒരു വ്യക്തിക്ക് 2 രൂപ. അങ്ങനെ ഞങ്ങൾ 5 പേര് 10 രൂപ കൊടുത്ത് ഞങ്ങൾ അവിടെ 4 പേര് 8 രൂപ കൊടുത്ത് ഞങ്ങൾ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആഹാരം അവർക്ക് പിടിച്ചില്ല, നമ്മുടെ സഹോദരന്മാർക്ക് പിടിച്ചില്ല. അവിടെ ഡാലും ചാവലും അവരെപ്പോഴും കൊടുക്കുന്നു, അത് കൊടുക്കുന്നില്ല. അവിടെ താമസിച്ചുകൊണ്ട് 3 ദിവസം അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ ചുറ്റും ഗ്രാമങ്ങളിലെല്ലാം പോയി. അപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് വയറൊഴിച്ചിൽ ആരംഭിച്ചു, ശരീരം ക്ഷീണിക്കുന്നു, ഞങ്ങൾക്ക് തിരിച്ച് പോയേ വെക്കൂ. അവരുടെ തോട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാൻ പാടില്ല, വഴി ഏതാണെന്ന് അറിയത്തില്ല. കാരണം വനങ്ങളിൽ പല വഴികളാണ്, ഊടുവഴികളാണ്. ഒരു വഴി ഇതിലേ പോകും, ഒരു വഴി ഇതിലേ പോകും, ചെന്ന് വേറെ എവിടെയോ. അങ്ങനെ ഇവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. ഞങ്ങൾ വന്നതായ വഴിയുടെ മേളിൽ കൂടെ വന്നത്. അപ്പോൾ ആ വഴി ഞങ്ങൾ തിരിച്ച് അറിഞ്ഞില്ല. ഞങ്ങൾ താഴെ കൂടെയുള്ളതായ ഒരു വഴി പിടിച്ചു. ആ വഴിയായിരുന്നു ഡേഞ്ചറസ് ആയിരുന്നു. അത് മണ്ണ് സ്ലിപ്പാകുന്നതായ, മലകൾ ഒലിച്ചു പോകുന്നതായ ഒരു ഏരിയയാണ്. അപ്പോൾ അത് അവർ ഒഴിച്ചു കളഞ്ഞതാണ്. യാത്രക്കാർ അവിടെയുള്ളവർ ആരും അതിലെ പോകത്തില്ല, കാരണം അടച്ചതാണ്. പക്ഷേ അവിടെ ക്ലോസ്ഡ് എന്നൊന്നും ഒരു വനത്തിലാണ്, ഒന്നും ഒരടയാളവുമില്ല. ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഈ അപകടം നിറഞ്ഞതായ ആ സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഇങ്ങനെ മലകൾ നമുക്കറിയാൻ സാധിക്കും. മലകൾ ഇങ്ങനെ ഒലിച്ച് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. താഴെയാണെങ്കിൽ കന്നെത്താൻ കുഴിയിൽ ഭയങ്കര ഈ നദിയെ ഇരച്ച് പായുകയുമാണ്. അഥവാ കാൽ തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ഈ ഇതിനകത്ത് കാരണം വെള്ളത്തിൽ പോവുകയോ ഒക്കത്തുള്ളൂ, നദിയിൽ പോവുകയേ ഉള്ളൂ മാർഗം. അപ്പോൾ ഞാനങ്ങ് വിഷമിച്ചു. സഹോദരന്മാർ പേടിച്ചു. കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധി വന്നു. ഞാൻ അവിടെ നോക്കിയപ്പോൾ ഒരു കല്ല് കണ്ടു, ഒരു അല്പം നീളമുള്ള ഒരു കല്ല് കണ്ടു. ആ കല്ലുകൊണ്ട് ഞാൻ ഈ ഒലിച്ചു വരുന്ന ചള്ളയൊന്ന് മാറ്റി നോക്കിയപ്പോൾ ഒരു സോളിഡ് പ്ലേസ്, ഒരു കാല് വെക്കുവാനുള്ളതായ ഒരു സ്ഥലം എനിക്ക് കണ്ടുകിട്ടി. അപ്പോൾ എനിക്ക് വേണ്ടി സ്തോത്രം കർത്താവേ, ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു കാല് അവിടെ വെച്ചിട്ട് രണ്ടാമത് വീണ്ടും ഞാൻ ആ ചള്ള മാറ്റിയപ്പോൾ അവിടെ അങ്ങനെ കാല് വെക്കുവാനുള്ളതായ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കാല് വെക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ കാല് വെക്കണം. കാല് വെച്ചുകൊണ്ട് നിങ്ങൾ താഴോട്ട് നോക്കരുത്. താഴോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല കറങ്ങും. നിങ്ങൾ മേളിലോട്ട് നോക്കിയാൽ മതി. മേളിലോട്ട് നോക്കിക്കൊണ്ട് ഈ കാലിൻ്റെ പാദം നോക്കി വരാൻ പറഞ്ഞു. അങ്ങനെ കടന്നു വന്ന് ഏകദേശം ഒരു 5 മീറ്റർ ദൂരത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ചള്ള ഉള്ളതായ ഈ മലകൾ ഞങ്ങൾ ക്രോസ് ചെയ്യേണ്ടി വന്നു. ദൈവം സഹായിച്ചു, സോളിഡ് പ്ലേസ് കിട്ടി. ഞങ്ങൾ കാല് വെച്ച് വന്നു. ഈ 5 മീറ്റർ കഴിഞ്ഞ് 5-6 മീറ്റർ മുൻപോട്ട് കടന്നു വന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ആ ഏരിയയെ മുഴുവൻ ഒലിച്ചു പോയി. നടക്കുവാൻ കഴിയില്ല. ഏകദേശം 4 അടി നീളം, 5 അടി വീതിയിൽ ആ ഏരിയയെ ഒലിച്ചു പോയി, തോടായിപ്പോയി. അങ്ങോട്ടും വയ്യ, ഇങ്ങോട്ടും വയ്യ. അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന കർത്താവേ, ഇനി എന്താ ചെയ്യുന്നത്? നമുക്ക് ചാടിക്കിടക്കാനൊക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വയസ്സൻ ഒരു കൊച്ചുമായിട്ട് അതിലെ വന്നിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് വിഷമിച്ചു. എന്ത് ചെയ്യണം കർത്താവേ, ഇനി എങ്ങനെ ചെയ്യേണ്ടത്? അതിനുള്ളതായ മാർഗ്ഗങ്ങൾ, ഇതിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വയസ്സൻ വന്നു. ഒരു ഗുജർ അവൻ ദാടി വളർത്തി നമ്മുടെ അബ്രഹാമിൻ്റെ സന്തതികളെ പോലെ ഉടുപ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ദാടിയൊക്കെ വളർത്തി ഒരു കൊച്ചിനെയും കയ്യെ പിടിച്ച് വന്നു. അവൻ മേരൊക്കെ പൂച്ച ഹിന്ദിയിൽ അവർ ആപ്ക്യോ ഇതർ കടേ, നിങ്ങളെങ്ങനെ ഇവിടെ വന്നേ എന്നോട് ചോദിക്കുക. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചു, നിങ്ങളിതെങ്ങനെ ഇതിലെ വന്നേ? ഞാൻ തിരിച്ച് ചോദിച്ചു, ഹിന്ദിയിലാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഓ तो हम ऐसे आया,
ഞങ്ങൾ അങ്ങനെ വന്നതാണ്. ഞാൻ പറഞ്ഞു അമ്മാരെ ഗലത്തി ഹോകയാ നമുക്ക് രാസ്ത ഞങ്ങൾ തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് ഈ വഴി അറിയാൻ വയ്യ, ഞങ്ങൾ ഒരാഴ്ച മുമ്പേ ഞങ്ങൾ ഇതിൻ്റെ മേളിൽ കൂടെ പോയത്, അപ്പം ഈ വഴി ആണെന്നുള്ള ഇത് യാത്രയ്ക്ക് തടസ്സമുള്ളതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല, ഡറോനൈ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ ഓരോരുത്തരെയും കൈക്ക് പിടിച്ച് അക്കരെ കടത്തി, ഞങ്ങൾ 4 പേരും ഇക്കരെ കടന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആ വ്യക്തിയെ പിന്നെ അദ്ദേഹം അതിലെ ചാടിപ്പോയോ എന്തിയെ, ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹം പോയതാ. ഓക്കെ, എന്നെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ദൂതന്മാരെ അയച്ചു എന്നുള്ളതായ ആ ഒരു വാക്യം, നീ പോകുന്നിട്ടൊക്കെയും നിന്നെ കാക്കുവാൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നിന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ നിൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ ദൈവം അയച്ചതായ ഒരു വ്യക്തിയായി ഞാൻ കണക്കാക്കി, ദൈവമായി കണക്കാക്കി ഞങ്ങൾ തിരിച്ചു വന്നു. അവിടെ ആ ഒരു ഭയവും ആ ഒരു ക്ഷീണവും അരമണിക്കൂർ നേരം ഞങ്ങൾ ബോധമില്ലാത്തവരായി, ഞങ്ങൾ 4 പേരും ബോധമില്ലാത്തവരായി അവിടെ തന്നെ കിടന്ന് ഞങ്ങളെ ഒരുമാതിരി ഉറക്കം തെളിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇനിയും ഉണ്ടല്ലോ 50 കിലോമീറ്റർ റിയാസിൽ പോകുവാൻ വേണ്ടി, ലാസ്റ്റ് അവസാന ബസ് പോകുന്നത് 5 മണിക്കാണ്, അതുകൊണ്ട് പോയേ നോക്കൂ. അവിടെ നിന്ന് ഞങ്ങൾ അവരെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ ഓടി, ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ 5 മണിക്കുള്ളതായ ബസ് പിടിച്ച് റിയാസിൽ ഏകദേശം 9 മണി 10 മണി ആയപ്പോൾ റിയാസിൽ ഞങ്ങളെത്തി. ഇങ്ങനെയാണ് ഒരു ആദ്യത്തെ ഞങ്ങളുടെ കാട്ടിലെ ആപത്ത്. അതുപോലെ തന്നെയാണ് ഇനിയും വരാനുള്ളത് ആറ്റിലെ ആപത്ത്. അത് വൺസ് എല്ലാം ഓരോന്ന് പറയാം.